അപ്പോൾ ഇതാണ് മിയാസാക്കി മാംഗോ, ഒറിജിനൽ മിയാസാക്കി. അതെ അതെ. ഇതിപ്പോൾ നമ്മൾ ഇത് നമ്മൾ പഴുക്കണുള്ളൂ. കണ്ടോ കളർ ഉണ്ടോ? ഇതതിൻ്റെ ഇതാണ് അതിൽ പഴുത്തതാണ്. ഇത് കണ്ടോ ഇതിൻ്റെ കളറ്? വേണ്ട, ഇത് ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ? ഇതാണ് വിയറ്റ്നാം മാൾട്ട, കായോട് കൂടിയിട്ടാ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉറപ്പായിട്ടുണ്ടാകും. അതെ, വിയറ്റ്നാം മാൾട്ട. അതൊരു ശരിക്കും നല്ലൊരു ബബ്ലൂസിൻ്റെ അതേ സൈസിൽ വരും. ഇതൊക്കെ 450 രൂപേൻ്റെ തൈ കേട്ടോ. ബ്ലാക്ക് കസ്തൂരി മാങ്ങ. ഇത് 4 മാങ്ങ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ 2 ചാടിയതാണ്. അപ്പം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഒന്ന്, ഇത് പഴുത്തിട്ടില്ല. പിന്നെ ഇത് ഇപ്പോൾ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മാങ്ങ. നെല്ലിയുണ്ട്. ഇത് തമിഴ്നാട് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു നെല്ലിയാണ്. ശരി, ഉണ്ടോ? നല്ല സൈസ്, അതിൻ്റെ സൈസ് ഉണ്ടല്ലോ, കായൻ്റെ സൈസ് അല്ലേ? അത്യാവശ്യം തൂക്കം ഉണ്ടാവും. അതിൻ്റെ തൈകളുണ്ട് അവിടെ. സെയിം തൈകളാണിതാ. ഓക്കെ ഓക്കെ. പെട്ടെന്ന് കായ വരുന്നുണ്ട്. അതിനകത്ത് കുഞ്ഞു തൈലല്ല ഇപ്പോൾ കാഴ്ച നിൽക്കുന്നത്. അതിൻ്റെ തൈകൾ 250 രൂപക്കാണ് കൊടുക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പെരിങ്ങോട്ടുപുലത്താണ്, മലപ്പുറം പെരിങ്ങോട്ടുപുലം റഷീദ് കട റെസീൻ എക്സോട്ടിക്സ്. പ്രാവശ്യം ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് പുതിയതുണ്ട്. അതിൽ വളരെ അപൂർവമായിട്ട് നമ്മളെ കേരളത്തിൽ ഇതുവരെ കണ്ടില്ലാത്ത ബ്ലാക്ക് കസ്തൂരി എന്ന് പറയുന്ന മാങ്ങ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് പ്രാവശ്യമുണ്ട്. ഇപ്പോൾ മഴ പെയ്ത് കാരണം നല്ല സുഖമാണോ ഇതിൻ്റെ നിലത്ത് അടിയിൽ നിൽക്കാനൊക്കെ. ഫ്രൂട്ട്സിൻ്റെ ഇങ്ങനെ മരങ്ങളിങ്ങനെ അത്യാവശ്യം കാഴ്ചയെടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ആ വീഡിയോ ആണ് കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാണ് ബ്ലാക്ക് കസ്തൂരി മാങ്ങ. ബ്ലാക്ക് കസ്തൂരി ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ കായ്ക്കണില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഇവിടെ കായ്ക്കണുണ്ട്. ഇതിൽ തന്നെ 2 ഇനം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും നമ്മൾ കായ്ക്കണ ഇനം എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതാ ഒരു കോട്ടർകോണത്തിൻ്റെ ഒരു ചാരുണ്ട്, നാരുള്ള കുറച്ച് മാങ്ങയാണ്. പിന്നെ കോട്ടർകോണത്തിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, വേറെ എന്തൊക്കെയോ ഫ്ലേവർ വരുന്നുണ്ട്. എന്തായാലും ഒരു മോശം മാങ്ങ നമുക്ക് ഒരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല. ടേസ്റ്റ് ഉണ്ട്, നല്ല മാങ്ങയാണ്. പിന്നെ ഓർണമെന്റൽ പ്ലാന്റ് വേണം. ഇതാണ് ശരിക്കും ബ്ലാക്ക് കസ്തൂരി, മാംഗോ. ഇതിന് 2 ടൈപ്പ് ഉണ്ട്. ഞാനൊന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും കായ്ക്കുന്നുള്ളത് മനസ്സിലായി. എൻ്റെ തൈകൾ ഇഷ്ടംപോലെ തൈകൾ. ഇത് ബഡാണ്, ഗ്രാഫ്റ്റ് തൈകൾ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. 350, 450 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. നല്ല തൈകൾ 250ൻ്റെ തൈയുണ്ട്. നമസ്കാരം ഋഷിക, എന്നുണ്ട്? അപ്പോൾ സുഖമാണ്. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? ഇന്നലെ മഴ പെയ്ത്? ഇന്നലെ നല്ല മഴ പെയ്തു. അതുണ്ടോ? മൊത്തം ഇങ്ങനെ ഫ്രൂട്ട്സ് കായ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ നല്ല രസമുണ്ടല്ലോ. ഇവിടെ നല്ല തണുപ്പും ഉണ്ടാവും. എന്തെങ്കിലും തോട്ടത്തേക്ക് പോവാണെങ്കിൽ ഒന്നുകൂടെ ഉണ്ടാവും. കുറേ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് മിയാസാക്കി മാംഗോ, ഒറിജിനൽ മിയാസാക്കി. അതെ അതെ. ഇത് കവറിലാണല്ലേ ഇതിന്റെ മിയാസാക്കിയുടെ ഒറിജിനൽ മിയാസാക്കി ഉണ്ട്. ഒറിജിനൽ മിയാസാക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങിയ ഒറിജിനൽ മിയാസാക്കി. പലരും എറിവിൻ മാംഗോ എന്നൊക്കെ പറയുന്നത്. അതായത് റെഡ് മാംഗോസ് ഇതേമാതിരി വരുന്നതിനെ പലരും ഒരുപാടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി ഞങ്ങള്, എങ്ങനെയുണ്ട്? ആവറേജ് ടേസ്റ്റ് ആണ്, ഇത്രേ ഉള്ളൂ. ഭംഗിയാണ് സംഭവം. ഇവിടെ കാഴ്ച പ്ലാന്റ്സും ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ്സും ഉണ്ട്. അതെങ്ങനെയാണ് റേറ്റ് ഒക്കെ ഇതിന്റെ മിയാസാക്കിന്റെ തൈകള് ഒരു 250 രൂപ മുതൽ തൈകളുണ്ട്. കാഴ്ച പ്ലാന്റ് ആണെങ്കിൽ 2000 രൂപ കൊടുത്തിരുന്നു. അതെ അതെ, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. കാഴ്ച ഉണ്ടായിരുന്നു ഒരു 10, 30, 40 ഉണ്ടായിരുന്നു. ഇനിയുണ്ട് കാഴ്ച. ഇപ്പൊ ഇനിയൊക്കെ മാങ്ങ ചാടി തുടങ്ങി. അപ്പൊ ഇനി പോലെ കായുള്ളതിനെ നോക്കി എടുക്കേണ്ടി വരും. ഇവിടെ ഒരു കാഴ്ച എടുക്കുന്നത് ഏതാ മാങ്ങ? അത് ഏതാ മാങ്ങ അറിയില്ല. അതിലുള്ള ശരിയല്ല, കറക്റ്റ് അല്ല അതിലുള്ള കറക്റ്റ് അല്ല. ഏതാ മാങ്ങ അറിയില്ല. ഒരുപാടുണ്ട്. ഇതൊക്കെ ചെറിയ വിലയുള്ളൂ. ഇതൊക്കെ ഇങ്ങനത്തെ മാങ്ങയുള്ള തൈനൊക്കെ 350 രൂപ വിലയുള്ളൂ. ഒരുപാട് മാങ്ങ ഉണ്ട്. കുളമ്പുണ്ട്, കാട്ടുകണം. മാങ്ങയുടെ വെറൈറ്റി കുറെ കൂടി. ഇത് ജയന്റ് ഐവറിയാണ്. ഇതൊന്നും ഈ ചെറിയ ചെടി ഇതിലായിട്ടേ ശരിക്കും കറക്റ്റായിട്ട് ഉണ്ടായിട്ടില്ല. മാങ്ങന്റെ സൈസ് ആയിട്ടില്ല. കൊറിയർ സ്റ്റാർട്ട് ചെയ്തോ? കൊറിയർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പാക്ക് ചെയ്തും കൊറിയർ വിടുന്നുണ്ട്. പിന്നെ DTDC വഴി വിടുന്നുണ്ട്. ഹൈവേ ഡെലിവറി ഉണ്ട്. പെറ്റ്സിന്റെ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 15-ാം തീയതി തിരുവനന്തപുരം പോകുന്നുണ്ട്. പെറ്റ്സിന്റെ വണ്ടിയിലല്ല, സ്വന്തം വണ്ടിയിൽ പോകുന്നുണ്ട് തിരുവനന്തപുരം പോകുന്നുണ്ട്. ഇത് കോട്ടർകോണം. ഇതൊക്കെ 350 രൂപന്റെ കോട്ടർകോണാണ്. മാങ്ങുള്ളത് തന്നെയാണ്. അത് പലതും ഉണ്ട്. ഇതിലെല്ലാം മാവുകളും ഉണ്ട്. പിന്നെ ചന്ദ്രക്കാരൻ, അൽഫോൺസ, എല്ലാ മാവുകളുണ്ട്. മാവുകൾ ഏകദേശം ഒരു 100ഓളം വെറൈറ്റി മാവുകൾ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അത് 100 രൂപ മുതൽ തൈകളുണ്ട്. ഹിമ പസന്ത്, റോയൽ സ്പെഷ്യൽ, അതേപോലുള്ള മാവുകളൊക്കെ 100 രൂപ ഒക്കെ തൈകൾക്ക് തുടങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഗാർഡൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. വലിയ മരങ്ങൾ, വലിയ മാവുകളാണ് ഇവിടെ ഇഷ്ടംപോലെ. ഇതിൻ്റെ പുറകോട്ട് അങ്ങനെ ഉണ്ട്. കണ്ടോ? ഇതൊക്കെ വലിയ മാവുകളാണ്. കണ്ടേ? ഒരു ചട്ടിയിലുള്ളൊരു മാവ് നോക്കി. ഇത് ഏതാ മാവ്? ഇത്
അത് ഒന്ന് വരുന്നത് ചില്ലി മാംഗോ എന്ന് പറഞ്ഞാൽ അതാണ്, ഒന്ന് നാംഡോക്കുമായി പർപ്പിൾ എന്ന് പറഞ്ഞ ഒന്നതാണ്. പിന്നെ ഇതാ ഇത് നമ്മളെ നാസി പസന്ത് എന്ന് പറയണ സുവർണരേഖ എന്നൊക്കെ പറയില്ലേ, ആ വലിയ ടോപ്പല്ല. ഇതാ ആ മാങ്ങ ഏതാണ്, അത്യാവശ്യം വലിയ ചെടിയാണ്. ഇത് ഓൾ സീസണാണ്, ഓൾ സീസൺ മാങ്ങയാണ്. മാവുകൾ ഇഷ്ടം പോലെ അതിൻ്റെ ഇടയിൽ കായ്ച്ചതുണ്ട്, പലതും ഉണ്ടാവും. എല്ലാവിധ മാവുകളും ഉണ്ട്, ഏത് വലുപ്പത്തിലും ഉണ്ട്, ഹൈറ്റിലും ഉണ്ട്. ഇവിടെ തൈകളുണ്ട്, അതിലൊക്കെ മാങ്ങ കായ്ച്ചിരിക്കുന്നത്. പേര് പറയാൻ കഴിയില്ല, കാരണം എല്ലാം പല പല വെറൈറ്റികളാണ്, ഒരുപാട് അങ്ങനെ വെച്ചാണ്. അതിൻ്റെ അകത്തൊക്കെ നിറയെ വലിയ വലിയ മാവുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളുണ്ട് കേട്ടോ, ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട്. ഇനി നമുക്ക് അതിലെ വഴി പറ്റിയ ഇല്ല. പിന്നെ ഇതാ സിട്രസ് വെറൈറ്റികളാണ്. ഏതത്? ഇത് ഇന്ത്യൻ മുസംബി. ഇതാ നല്ല തൈകളാണ്, 100 രൂപയുള്ളൂ കേട്ടോ. 100 രൂപയൊക്കെ കൊടുക്കുന്നത്. ഇതാ സീഡ്ലെസ് ലെമണ്. സീഡ്ലെസ് ലെമണിലൊക്കെ ഒരു 2 എണ്ണം 150 രൂപ കൊടുക്കാം. നല്ല തൈകൾ, നല്ല സൈസ് തൈകൾ, പൂവൊക്കെ ഇട്ടതൊക്കെ ഉണ്ടാവും. പിന്നെ പാകിസ്ഥാൻ ലെമണുണ്ട്, പിന്നെ അതേപോലെ ബാരി ലെമന്, എല്ലാ ലെമണിൻ്റെ ഒരു വിഭാഗമാണല്ലേ. ഇതാണ് മറ്റേ നമ്മളെ മാൻഡറിൻ ഓറഞ്ച് എന്ന് പറയണേ. ഇവിടെ കായ്ക്കുന്ന ഓറഞ്ച് ഇല്ലേ, മാൻഡറിൻ ഓറഞ്ച്. ഇതൊക്കെ ചെറിയ വിലയുള്ളൂ, 150 രൂപ വിലയുള്ളൂ കേട്ടോ. അങ്ങനെ മാൻഡറിൻ ഉണ്ട്, സ്വീറ്റ് ബ്ലഡ് ഓറഞ്ച് ഉണ്ട്, ഇസ്രായേൽ കുംകാറ്റ് ഉണ്ട്. ഇതുണ്ടോ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയണേ. ഇത് നാക്പൂർ ഓറഞ്ച്, ഇതൊക്കെ കായ പിടിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ 250 രൂപ. അത് കാൻഡിൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. നല്ലതാണത്. നല്ലതാണെന്ന് പറയാൻ പറ്റില്ല, ഒരു കരിമ്പൊക്കെ കടിച്ച് നിന്ന പോലെ, അത്രേ ഉള്ളൂ. ഇത് ഫിംഗർ ലെമണാണ്. പിന്നെ മീട്ട ലെമണ്. ലെമൺ സിട്രസ് വെറൈറ്റിന് ഏകദേശം ഒരു 40 വെറൈറ്റികളുണ്ട് ഇതിൽ. ഏത് വെറൈറ്റി അന്വേഷിച്ചാലും ഇവിടെ ഉണ്ടാവും. കഫീർ ലൈം, മറ്റുള്ളത് എല്ലാം. പിന്നെ ചൈനീസ് വേപ്പാണിത്. പണ്ടത്തെ അതെ അതെ അതെ, അത് അത്യാവശ്യം നല്ല മൂവിങ് ഉണ്ട്. അതിന് തൈകളോടെ കാണിക്കാം. ഉള്ളിൽ കൂടെ അങ്ങ് പോണോ? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ചാമ്പേ. എന്ത് ചാമ്പത്? അത് ബാലി ചാമ്പയാണ്, അതിൻ്റെ അകത്ത് കെട്ടിട്ട്. അതിന്റെ മരം അതാണല്ലേ ബാലി ചാമ്പയാണല്ലേ. അത് മൂട്ടി, അത് ഡുക്കു പറഞ്ഞ ഫ്രൂട്ടാണ്. ഇപ്പൊ നിങ്ങൾ പിടിച്ച് വെക്കണം, കൈ പിടിച്ച്. ഇതല്ലേ ഡുക്കു, അത് അവിടെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഡുക്കു ഫ്ലവറിങ് വന്നിട്ടുണ്ട്. പിന്നെ ഗ്രൂമിച്ചാമ കേട്ടിട്ടില്ലേ? ഗ്രൂമിച്ചാമ വലിയ മരമാണ്, ഇഷ്ടംപോലെ കായ ഉണ്ട്. എനിക്ക് കുറെ കൊഴിഞ്ഞതാ കായ ഉണ്ടോ? ഇതാണ് എൻ്റെ പഴം. അല്ലല്ല, സീഡ് തൈയാണത്. ഇതിന് നിറയെ ഉണ്ട്, മേൽക്കൊക്കെ പഴമുണ്ട്. പിന്നെ ഗോൾഡൻ ഫ്രൂട്ട് ഉണ്ട്, അരസബോയ് ഉണ്ട്, അങ്ങനെ പോകും. പിന്നെ ഇപ്പൊ നമ്മള് സീഡിൽ അറിയില്ലേ, അത് നിറയെ കായ, ഏത് സമയത്ത് കായ ഉണ്ടാവും. അതിന് നമ്മൾ തൈ ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതെന്താ സാധനം? മിൽക്ക് ഫ്രൂട്ട് ആണത്? ആ മിൽക്ക് ഫ്രൂട്ടിന്റെ പർപ്പിള്. ഇത് ലെയറാ? അല്ല, അത് അപ്രോച്ച് ചെയ്യുന്നതാ, നമ്മൾ തന്നെ ചെയ്യണതാണ്. നമ്മൾ തന്നെ തൈകൾ ഉണ്ടാക്കുന്നുണ്ട്, തൈകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്ക് ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഹോൾസെയിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കപ്പൽ, ഇതാ കപ്പൽ ഫ്ലേവർ വന്നതിനു, പക്ഷെ അത് ഇത്ര നല്ല ഫ്രൂട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇതേതാ ഈ സാധനം? ഏതാ? അതൊരു ബെറിയാണ്, അത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് പറഞ്ഞു തോന്നിയിട്ടില്ല. ഇത് ചെറിയ ഫുരാഗ്രാനിൻ്റെ വലിയ ചെടികൾ ഇതുണ്ടോ, ഇതൊക്കെ കായ്ക്കാറായ ചെടികൾ കേട്ടോ. അങ്ങനെ വെള്ളം ആവശ്യമുള്ളതൊക്കെ ഉണ്ട്, തൈകളുണ്ട്. ഇത് സുർനാം ചെറി ഉണ്ട്, അതിന് ബ്ലാക്ക്. ഇതാകുമ്പോൾ എന്താ പറയുക, ധൈര്യമായിട്ട് വെക്കാം, നല്ല ടേസ്റ്റാണ്. സാധാ സുർനാം ചെറി ഒരാൾക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഇത് അടിപൊളി സ്വീറ്റാ. ഇത് ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് എന്താ അബിയോ? ഏത്? ഇത് അത് നമ്മൾ വിത്ത് മുളപ്പിക്കണതാണ്, അബിയുടെ തൈകളാണ്. ഒരു 2 എണ്ണം 150 രൂപ ആയിട്ട് കൊടുക്കട്ടോ, അബിയുടെ തൈകൾ 2 എണ്ണം. അത് മട്ടാവിൻ്റെ സോഫ്റ്റ് സ്കിൻ മട്ടാവാണ്. ഇതായില്ലേ? കായായില്ലേ? ആ കായായതാണോ? ഇതാണ് വല്ലോ സോപ്പോ. പഴം ഇങ്ങനെ തീർന്നു. ഇപ്പൊ പുതിയ പഴങ്ങളതാ മേലെ ഇഷ്ടം പോലെ ഉണ്ട്, കാണൂലല്ലേ. ലെയർ ചെയ്യുന്നുണ്ടല്ലേ? ആ ലെയർ അടിക്കുന്നുണ്ട്. കണ്ടോ ഇവിടെ ഉണ്ട് അബിയു. ഇപ്പോൾ ഈ സമയത്ത് ഏതാ മാസം? മെയ് മാസമാണ്. പക്ഷെ ഈ മാസത്തിലും ഇവിടെ അബിയു, നമ്മുടെ തോട്ടത്തിൽ നിറയെ അബിയു എടുക്കുക. അതുണ്ടോ ഫുള്ള് ഇഷ്ടം പോലെ അബിയുണ്ട്. കണ്ടോ അവിടേക്കൊക്കെ അണ്ണാൻ തിന്ന് പോയി. ഇതാണ് എപ്പോഴും കായ്ക്കുന്ന? എപ്പോഴും. ഇത് ഇപ്പോൾ സീസൺ പറഞ്ഞപ്പോൾ മെയ് മാസമല്ലേ. ഇനി വേറെ മരം ഉണ്ട്, അതിലൂടെ നിറയെ കായ്. വലിയ കായ ഉണ്ടല്ലോ, വലിയ കായ അവിടെ പഴുത്തൊക്കെ ഉണ്ടല്ലോ. നോക്കിയതാ കെട്ടിയിട്ടുണ്ട്. കെട്ടിയിട്ടതാണ്, കെട്ടിയിടാത്ത പ്രശ്നം വരും. പറിക്കാറായ പഴം ഉണ്ടാവുമോ? പറിക്കാറായതുണ്ടല്ലോ. പറിക്കണോ? വേണ്ട, ഞാൻ ചോദിച്ചാണ്. ഈ സൈഡിൽ നിൽക്കണം തോന്നുന്നു. ആ നമ്മളൊന്ന് പറിച്ചു നോക്കാം.
കെട്ടണ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇതാണ്. ഈ പഴത്തിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര പൊടിയാണ്. മറ്റേതൊരു ഇളനീര് പോലെയല്ല വരിക. ഇത് കുറച്ചുകൂടി ഇതാ ഒരു പഴം നമ്മൾ പറിച്ചിട്ടുണ്ടാണ് ഈ കട്ട് ചെയ്യുക. കുറച്ച് നീളത്തിലുള്ളതാണ് അത് അല്ലേ? നീളമല്ല, ഓരോ ബോൾ ടൈപ്പ് സാധാ ടൈപ്പാണത്. പക്ഷെ എന്താ വെച്ചാൽ ഇതിന് ഇതുണ്ടോ ഇത്ര പഴം നോക്കി മരത്തിൽ, ഇഷ്ടംപോലെ പഴമുണ്ട്. ഇത് നല്ല ഇതിലേറെ കൂടുതൽ പഴമുള്ളൊരു മരം വേറെ ഉണ്ട്. ഇത് റൊളീനിയൻ്റെ നല്ല തൈകളുണ്ട്. പിന്നെ 100 രൂപയുള്ള റൊളീനിയൊക്കെ സീഡ് തൈയല്ലേ? സീഡ് തൈ ഗ്രാഫ്റ്റും ഉണ്ട്. ഇത് ചിക്കൻ ഗ്ലോ എന്ന് പറഞ്ഞ മൾബറിയാണ്, 250 രൂപ. നല്ല സാധനമല്ലേ? പിന്നെ ഇത് കായ്ച്ചെടുക്കണ ഓറഞ്ച് അത് ഇതാണ് മറ്റേ വിയറ്റ്നാം മാൾട്ട. വിയറ്റ്നാം മാൾട്ട ആണല്ലേ? ഇത് വലിയ തൈ ഉണ്ടത്. അതൊക്കെ വലിയ തൈയാണെന്നുള്ളൂ, റേറ്റ് കുറവാണത്. അത് വൈറ്റ് ഞാവല. വൈറ്റ് ഞാവലും മറ്റേ ഇല്ല ഇവിടെ മറ്റേ താക്കിങ് ഉണ്ട്. താക്കിങ് ഇവിടെ കാഴ്ചകളുണ്ട് കാണാൻ. അതെ കാഴ്ച. ഇതാണ് പാകിസ്ഥാൻ ലെമണ്. നല്ല റിസൾട്ട് അത് പാകിസ്ഥാൻ ലെമണ്. ഇത് 350 രൂപ കൊടുക്കുന്ന തൈകളാണ്. ഇത് വിയറ്റ്നാം മാൾ അതാണില്ലേ ഇന്ത്യൻ മുസംബി, സോറി ബാരിവൺ മാൾട്ട. അവിടെ ഉണ്ട്, കായുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മൾ തായ്വാൻ്റെ ലെമണ് കണ്ടോ, അതിൽ ഇതിൽ തന്നെ പൂവും കായൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ, ഇഷ്ടം പോലെ കായ് വരുന്നുണ്ട്. നല്ല അടിപൊളി ഐറ്റാണ്. അതിൻ്റെ തൈകൾ തന്നെയാണ് അതൊക്കെ. ബനാന മാങ്കോ ആണ്, അത് കവറിട്ടതാണ്. അതൊരു കവറിലാണ് അതൊക്കെ കൊടുക്കാനുള്ള. ഫിംഗർ ലെമണ്. ഫിംഗർ ലെമണൊക്കെ 250 രൂപ ഉള്ളൂ കേട്ടോ, നല്ല തൈകളാണ്. പിന്നെ വിയറ്റ്നാം മാൾട്ട ഇതുണ്ടോ കായോട് കൂടിയിട്ട്, ഇതൊക്കെ 350 രൂപ ഉള്ളൂ. ഇതുണ്ടോ ചൈനീസ് മുസംബി, ഫുൾ കായോട് കൂടിയിട്ട് ഇതിനെ പെട്ടെന്ന് കായ്ക്കില്ല. 350 രൂപ ഉണ്ടോ, ഇഷ്ടം പോലെ കായ ഉണ്ടോ, വലിയ കായും ചെറുതും എല്ലാം ഉണ്ട്. പിന്നെ അവിടെ തായ്ക്കിങ്ങിന്റെ വലിയ തൈ ഉണ്ട് കേട്ടോ. തായ്ക്കിങ് വലുതുണ്ട്, മൾബറി വലിയതുണ്ട്. ഇത് തായ്ക്കിങ് ആവല് നല്ല തടികൾ 350 രൂപ. കായുള്ള തൈ 350 രൂപ കേട്ടോ. തായ്ക്കിങ് നല്ല വലിപ്പം വരുന്നുണ്ട്. വരും. സബാറ കാഴ്ച ഒക്കെ ഉണ്ട് വലിയ. ഇത് പാകിസ്ഥാൻ മൾബറി. അത് ലോങ് മൾബറി. കായോട് കൂടിയിട്ട് ഫുള്ള് കായുണ്ടോ, എല്ലാത്തിലും കായുണ്ട് കേട്ടോ. ഓക്കെ കായോട് കൂടി നല്ലോണം കായ പിടിച്ചു. ഇത് ഇവിടെ തന്നെ ചെയ്യണല്ലേ? അതെ, ഇതൊക്കെ നമ്മൾ 300 രൂപ കൊടുക്കണം കേട്ടോ. ഇത് പൈസ പറഞ്ഞിട്ടില്ല നമ്മളൊന്നും, പക്ഷെ എന്നാലും പറയാ എടുത്ത് പറയും. ഇതേതാ മാങ്ങ? ഏത് അത്? ഇത് കാലാപ്പാടിയാണ്. ഇതൊക്കെ പാകിസ്ഥാൻ മൾബറിയുടെ ഇഷ്ടം പോലെ തൈ. ഇതെല്ലാത്തും ഒരു കായില്ലാത്ത തൈ ഇല്ല അല്ലേ? ഇല്ല. ഞാൻ ലെമൺ വൈൻ എന്ന് പറഞ്ഞ സംഭവം. ഇതേതാ? ഇത് അത് സോണിയാണോ? സോണിയ അല്ല, സോണിയ തന്നെയാണ് ഇതുപോലെ കായ്ക്കല്, പക്ഷെ ഇത് സോണിയ അല്ല. സോണിയ ഉണ്ട് ഇവിടെ, മാവുണ്ട്. ഇത് ഫോർജിസിന്റെ വലിയ പ്ലാന്റുകളാണ്. അവിടെ എന്താ പറഞ്ഞത്? ലെമൺ വൈൻ അല്ലേ? ലെമൺ വൈൻ. ഇത് പിന്നെ അച്ചാറിടാനൊക്കെ പറ്റും അല്ലേ? അച്ചാർ തക്കാളിന്റെ ഉപയോഗമാണ്. അത് ശരിയാ. പിന്നെ പൂവാണ് ഇതിന്റെ ഭംഗി. ഇതൊരു വിരിയണ സമയത്ത് ഭയങ്കര ഭംഗിയാണ്. കായ്ച്ചറം പൊട്ടാൻ വെറൈറ്റി. ഇത് അത് 1000 രൂപ കൊടുക്കുന്നത്. ഏതാ സംഭവം? NIT നമ്മളോ നിറയെ കായല്ലോ. 1000 രൂപന്റെ തൈയാണ്. ഇതൊക്കെ ഒരു കവറിൽ. പിന്നെ മൾബറി എല്ലാം ഉണ്ട്. വൈറ്റ് തായ്ക്കിങ്ങിന്റെ കുറച്ചുകൂടെ വലിയ തൈകള് 500 രൂപന്റെ തൈകള്. ഇതോ? ഏത്? അത് അബിയുവിന്റെ തൈകള്, വലിയ തൈകള്, RT2 എല്ലാ സാധനവും ഉണ്ട്. മാവുകളും ഇല്ലാത്ത എന്താ ഇവിടെ ഉള്ളത്? വരി. ഇതൊക്കെ മറ്റേ റെഡ് ലെമൺ ഇല്ലേ? ഇതൊക്കെ കായുണ്ട് കേട്ടോ, ഇതിലൊക്കെ കായുള്ള. ഇതൊക്കെ ഉണ്ടോ നമ്മളെ സീഡ്ലെസ് ലെമൺ, കായോട് കൂടിയിട്ട്. ഇതൊക്കെ 350 രൂപ കൊടുക്കണതാണ്. ഇതേതാ മാങ്ങ? അത് ഏതാ മാങ്ങ എന്നൊരു ഐഡിയ ഇല്ല. കുറേ ഉള്ളവരെ പേരായിട്ട്. അല്ല സോറി, ഇത് കാട്ടിമാനാണ്. ഇത് കാട്ടിമാനാണ്. അതിൽ വേറെ ഉണ്ട്, അപ്പുറത്ത് വേറെ വാങ്ങിയാണ്, അത് വേറെയാണ്. അത് മൾട്ടി ചെയ്തേക്കണത്? അല്ലല്ല, സിംഗിൾ ആണ്. 2 പേരാണത്. ലോങ്ങിന് ഇതാ ലൈറ്റ് ഉണ്ട്. ഇത് പിംപോങ്, ഫോർസീസിന് വൈറ്റ്, ജബോട്ടിക്ക ഫുള്ള് കായ ഫ്ലോറോട് കൂടിയിട്ട്. ഇത് ഈ കായോട് കൂടിയുള്ള ജബോട്ടിക്ക എന്തുണ്ട്? അത് 2000 മുതലുണ്ട് കായുള്ളത്. സ്കാർലറ്റ് തോന്നുന്നു. അത് റെഡ് ഹൈബ്രിഡ് ആണോ? നല്ല ടേസ്റ്റ്. ഇതിൽ പച്ചയുണ്ടോ? ഇതെല്ലാം ഉണ്ട്. ജബോട്ടിക്ക ഒരു 10-30 വെറൈറ്റി ഉണ്ട് ഇവിടെ. ബുക്കിംഗ് അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. 100ഓളം മരങ്ങൾ ഇപ്പോൾ ഇവിടെ കായ്ച്ചുന്നുണ്ട്. ഇതൊക്കെ വലിയ ചെടികളാണ്. പിന്നെ ഇതാ കണ്ടത് നമ്മളെ മുന്തിരി. സാധാ മുന്തിരി അല്ലേ? പക്ഷെ ഇത് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ തൈകളുണ്ട്, ഇതിമ തന്നെ എടുക്കുന്ന തൈകളുണ്ട്. പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. ചെറിയ മുകളിലൊക്കെ ഒന്ന് പടർന്നു വരുമ്പോ തന്നെ പൂത്ത് വരുന്നുണ്ട്.
കണ്ടതാ നിറയെ ഉണ്ട് കായ്. ഇതാ ഇവിടെ നോക്കി, എല്ലാ കമ്പിലും കായുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല മധുരം, സ്വീറ്റാണ്. അതേപോലെ നമ്മളെ ചെറുതൈകൾ ഇതാ, പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ, പിന്നെ നമ്മളെ റോസ്മേരി, പപ്പായ റെഡ് ലേഡി, ലില്ലി ബില്ലി. ഇതന്നെ പപ്പായ തന്നെ. അത് പിന്നെ യെല്ലോ ഉണ്ട് ഇതാ ബാക്കിൽ, യെല്ലോ പപ്പായ. പിന്നെ നമ്മൾ പുതിയൊരു പപ്പായ ഇറക്കുന്നുണ്ട്, അത് നമ്മൾ തായ്ലൻഡിൽ നിന്ന് കൊടുന്നാണ്. അപ്പോൾ അതിൻ്റെ സീഡ് മുളപ്പിക്കാട്ടിട്ടുണ്ട്. അത് നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ അത് അടുത്തുണ്ടാവും, നല്ല പപ്പായാണ്. പിന്നെ അത്തികളെ കുറിച്ച് പറയണ്ടല്ലോ, അത്തിന്റെ സ്പെഷ്യലാണ് നമ്മള്. ഏകദേശം 100ഓളം വെറൈറ്റി അത്തികളാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത്. 100ഓളം ചെടികൾക്ക്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ കാണിക്കാം. ഇപ്പൊ വില കുറഞ്ഞതല്ല നമ്മൾ തുടങ്ങേണ്ടത്, കാണിക്കുമ്പോ അതിന്റെ അകത്തൊക്കെ ഇത് മൊത്തം അത്തിയാണല്ലോ. ഇതുണ്ടോ ഇത്? ഇതിപ്പോ നമ്മള് ഓൾറെഡി ഇവിടെ ഇവിടെയൊക്കെ മണ്ണുത്തിയിൽ എല്ലായിടത്തും അത് നല്ല എല്ലാ നഴ്സറികളും കിട്ടുന്ന ഒരു അത്തിയാണ്. ഇത് ഇസ്രായേൽ അത്തി, പൂന റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അത്തിയാണ്. ഇതിപ്പോ നമ്മള് ഇതുണ്ടോ, ഈ കായോട് കൂടിയുള്ള തൈകൾ കൊടുക്കണം 150 രൂപ. പിന്നെ അറേബ്യൻ വെറൈറ്റികൾ സ്റ്റാർട്ട് ചെയ്യണം 300 രൂപ മുതലാണ്. അപ്പോൾ ലെബനാൻ ഉണ്ട്, പിന്നെ റഷ്യൻ സോൾജർ ഉണ്ട്, എന്താണ് വെരിഗേറ്റഡ് ഉണ്ട്, എന്താണോ അത്തിയുടെ വെറൈറ്റി കളക്ഷൻ ആവശ്യം എല്ലാ അത്തി ഇപ്പം നമ്മൾ ഈ സ്റ്റോക്ക് ഉണ്ട്. തൈകൾ ഇതൊക്കെ ബട്ടർ നമ്മൾ ചെയ്യണ ബട്ടർ കേട്ടോ. അതായത് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഓഫ് സീസണിലും 2 സീസണായിട്ട് കായ്ക്കുന്ന വെറൈറ്റികൾ ഇതിൽ ഒരുപാടുണ്ട്. അതായത് പിന്നെ ഡിസംബർ ജനുവരിയിലൊക്കെ കായ് പറിക്കണ വനങ്ങളുണ്ട്. പിന്നെ തണുപ്പിലുണ്ടാക്കാൻ പറ്റിയ ഹാസ് വെറൈറ്റി ഉണ്ട്. പിന്നെ ഏത് വെറൈറ്റി അവക്കാടോ വേണമെങ്കിലും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. കൂടുതലും നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ കമ്പെടുത്തിട്ട് ചെയ്യണതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തായാലും സക്സസ് ആവുന്നുള്ള ഉറപ്പുള്ള തൈകളാണ് അവക്കാടോ തൈകൾ. മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൈകളാണ്. അവക്കാടോ ചെറിയ തൈകളുണ്ട് കേട്ടത്. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കുന്നത്? 3 വർഷം കൊണ്ട് കായ്ക്കണ്ടാണ്. കാരണം നമ്മളിവിടെ നല്ല പെട്ടെന്ന് കായ്ക്കണ ഇനങ്ങളിൽ നിന്ന് നമ്മൾ തപ്പി ഉണ്ടാക്കണതാണ് സംഭവം. പിന്നെ മേമി സപ്പോർട്ടാണിത്. സ്ട്രോബെറി, പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലം, ചെറുതിൽ തന്നെ പൂടുന്നുണ്ട്. ലോങ്ങൻ്റെ വെറൈറ്റികൾ. ലോങ്ങൻ ഇത് ഡബിൾ ലോങ്ങനാ. ഇതിനൊക്കെ തൈ നമ്മൾ മരം കാണിക്കട്ടോ, നല്ല കാഴ്ച നിൽക്കുന്നുണ്ട്. ഇത് ലോങ്ങനല്ലേ? അത് ലോങ്ങനാണ്. അതിന്റെ വെതർ ലീഫ് പറഞ്ഞ ലോങ്ങനാണിത്. വെതർ ലീഫ്. ഇത് കായ ഇല്ല, കായ്ച്ചിട്ടില്ല. ഇത് കളക്ഷനിൽ ഇത് കൂടുതൽ നമുക്ക് ഇവിടുന്ന് കൽക്കട്ടയ്ക്കാണ് പോകുന്നത്. കൽക്കട്ടക്ക് ഇവിടുന്ന് ഇപ്പോൾ കുറേ കയറി പോയി. ഇതൊക്കെ സീറ്റ് ലൂവിയാണ് കണ്ടോ, ചെറുതിൽ തന്നെ പൂവും കായും വരുന്നത്. ഇത് നിങ്ങളെ ലൂവിമെന്ന് ലെയർ ചെയ്തു? അതെ അതെ അതെ, നമ്മുടെ സ്വന്തം ലൂവി. ഞാൻ വന്നപ്പോൾ കുറച്ച്. അതെ, ഇതാണ് മറ്റേ കുംകാറ്റ്, ഇസ്രായേൽ ഓറഞ്ച്, നമ്മൾ തൊലിയോട് കൂടി കഴിക്കണേ. ഇതാണ് ചൈനീസ് കറിവേപ്പിൻ്റെ തൈകൾ. ഇതാണ് ഫിംഗർ ലെമൺ. ഫിംഗർ ലെമണിൻ്റെ ഗ്രീന്. ഇതൊന്നും അല്ലട്ടോ, നല്ല വലിപ്പം വരും ചട്ടിലായതുകൊണ്ട്. മുന്തിരിയുടെ തൈ എവിടെ ഉണ്ടാ? എന്താ അവിടെ താഴെ. ഓക്കെ ഓക്കെ. അതേപോലെ ഈ കാഴ്ച എടുക്കുന്ന മുന്തിരിയുടെ എന്താ ഇതിൻ്റെ തൈകളാണെങ്കിൽ കാണണം കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. നമ്മൾ ടെർമിനാലി ഉണ്ടാവണേ. കാരണം 25,000-10,000 വിലയുള്ള തൈകളാണ് ഇതിൻ്റെ തൈകൾക്ക് ഉണ്ടാവുക, കുറച്ച് വലിയത്. ഇത് നമ്മളുണ്ടോ, ഇത് നമ്മൾ കൊടുക്കണ എത്ര വരും? എത്ര? 2 എണ്ണം 700 രൂപ. അതുപോലെ ഇത് ലോങ്ങൻ. ഇത് ഏതാ ലോങ്ങനത്? അത് വൈറ്റ്. ലോങ്ങൻ്റെ നോക്കിയത് വലിയ വൈറ്റുകൾ എല്ലാം ഉണ്ട്. ഏത് ലോങ്ങൻ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ ജയൻ്റ് പർപ്പിൾ മട്ടോവ. എൻ്റെ തൈയല്ലേ. മട്ടോവ വെക്കുകയാണെങ്കിൽ ഒന്നിൽ സോഫ്റ്റ് സ്കിന്ന്, അല്ലെങ്കിൽ ഗ്രീന്, അല്ലെങ്കിൽ ജയൻ്റ് പർപ്പിൾ. ഇതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ കൂടുതലൊന്നും പിന്നെ ഈ വെറൈറ്റികൾ ഇപ്പോൾ ചെയ്യലില്ല. കാരണം ബെസ്റ്റ് 3 ഐറ്റമേ ഉള്ളൂ നമ്മൾ കണ്ടത്. പിന്നെ ഗോൾഡൻ ഐറ്റ് പേര, അത് പുതിയതാണല്ലോ. ഇത് അവക്കാടൻ്റെ വലിയ തൈകൾ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പല നഴ്സറികൾ 1000-1200 രൂപയുടെ സാധനമാണ്. ഞാൻ ഇവിടെ 800 രൂപക്കാണ് കൊടുക്കുന്നത്. അത്രയും സൈസുള്ള ബുഷായിട്ടുള്ള തൈകൾ കേട്ടോ, ചെറുതല്ല. അവിടെ തൈകളുണ്ടല്ലേ, ബുഷ് തൈകളാണ്. ഇരിക്കുന്ന മൊത്തം അത്തിയുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഹോൾസെയിലും ഉണ്ട്. ഇത് കട്ടനട്ടാണ്. ആവശ്യമുള്ളവർക്ക് തൈകൾ ഇവിടെ ഉണ്ട്. അത് നല്ല എൻക്വയറി ഉള്ളൊരു ചെടിയുണ്ട് ഈ കട്ടനട്ട് എന്ന് പറയുന്നത്. അതെന്താ പ്ലാവ്? ഇത് മെഡൂസയാണോ? അത് പൈനാപ്പിൾ ഏതാ തൈ? അത് മെഡൂസ പൈനാപ്പിൾ. എന്തുവല്ല ഉണ്ട്? 2 എണ്ണം 150. എന്താണ് മേമി സപ്പോർട്ട കാഴ്ച കണ്ടത്? ഓക്കെ ഓക്കെ. കായ പക്ഷെ കുറച്ച് സമയം എടുക്കില്ല അത് പറിച്ച് ഇതാക്കി ഫ്രൂട്ടാവാൻ. അതെ അതെ അതെ. ഇതിവിടെ പഴയ മരമാണ്. അത് നോക്കി ഇതൊക്കെ ഇതൊക്കെ പൂക്കളാണത്. അതെ, അത് പൂവാണ്. അത് കരിഞ്ഞു പോയതാണ്. ഇതിങ്ങനെ എപ്പോഴും പൂത്തുകൊണ്ടേയിരിക്കും.
അത് നല്ല വലിപ്പം ടേസ്റ്റ് ചെയ്യാനുണ്ട് മേമി സപ്പോർട്ട്. മേമി സപ്പോർട്ട് ടേസ്റ്റുള്ള ഐറ്റാണ്. പാൻറ്റി എന്ന് പറഞ്ഞ വെറൈറ്റി ആണിത് ഇവിടെ കാഴ്ചത്. നല്ല ടേസ്റ്റുള്ളതാണ്. അതിൽ 2-3 ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിൽ കുറഞ്ഞ വെറൈറ്റികളാണ് ടേസ്റ്റ് ഉള്ളൂ. മറ്റേ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇത് ദുരിയാനാണ്. ദുരിയാൻ ഇവിടെ പൂവൊക്കെ വന്നേനു. അപ്പോൾ എല്ലാം കരിഞ്ഞു പോയി. നല്ല ചൂടല്ലേ. പിന്നെ കർപ്പൂരമരാണത്. ഇത് ഇത് മറ്റേ പർപ്പിള് സീതപ്പഴം, ഇത് 4 സീസൺ ലോങ്ങൻ, ഇതൊക്കെ വലിയ മരങ്ങളാണ്, മണ്ണിലുള്ളതാണ്. ഓക്കെ. ഇതാ പിംപോങ്ങിൻ്റെ വലിയ മരതാണ് ഉണ്ടോ, പൂവേനുണ്ട്, വലിയ മരമുണ്ട് പിംപോങ്. ഒരേരിയ മൊത്തം അവരുണ്ട്. പിന്നെ കോശ്ശേരി മാങ്ങതാ. കോശ്ശേരി മാങ്ങ കായ്ച്ചിട്ടുണ്ടോ ഇവിടെ? എന്തോ എന്താണ് അതിൻ്റെ അഭിപ്രായം കോശ്ശേരിയുടെ? കോശ്ശേരിക്ക് എന്താ അഭിപ്രായം? എന്താ കുറച്ച് താമസം എടുക്കും മൂത്തും ഇതായി കിട്ടാൻ, പഴുത്തിട്ടല്ലേ. കമണ്ടൂലും അതാ ആണുങ്ങൾക്ക് കളഭാഷ് എന്ന് പറയണ പണ്ട് മുനിമാർ കട്ട് ചെയ്തിട്ട് വെള്ളം പിടിച്ചത്. പിന്നെ വിയറ്റ്നാമിലെ നല്ല തൈകളുണ്ടല്ലേ, ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന തൈകളാണ്. എന്ത് വിലയുണ്ടത്? അതൊക്കെ നമ്മളൊരു 100 രൂപ കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇതുണ്ടോ കമ്പോഡിയൻ, സോറി നങ്കടാക്ക് ഹോങ്ക്രോണിൻ്റെ നങ്കടാക്കാണ്. നങ്കടാക്ക് നിങ്ങളൊരു വീഡിയോയിൽ ഇങ്ങനെ പൊളിക്കണ. അതെ. ഇതൊക്കെ പ്ലാവുകൾ തന്നെ ഒരുപാടുണ്ട്. ഇതാകുമ്പോൾ ബുഷ് ഓറഞ്ചുകളൊക്കെ, ബുഷ് ഓറഞ്ചുകൾ ഫുള്ള് കായുള്ള തൈകൾ കേട്ടോ. 100 രൂപ കൊടുക്കണം കേട്ടോ. ഓക്കെ. ഫുള്ള് കായാണ് കേട്ടോ, എല്ലാത്തിനും കായുണ്ട്. നല്ല തൈകളാണ്. മാവ് ഇതുണ്ടോ പൈനാപ്പിള്. ഇത് അത് ഏതാ മാവ് അറിയില്ല. അപ്പോൾ പൂട്ടാണ്, എന്തായാലും കായ്ക്കട്ടെ. നല്ല ഭംഗിയുണ്ടല്ലോ മരം കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതുണ്ടോ കശുമാവ് കായ്ച്ചല്ലത്. അതെ. ഇതെന്തോ ഒരു പുതിയ വെറൈറ്റി വന്നോണല്ലേ. അത് ഡ്രമ്മിലൊക്കെ വെക്കാം നമുക്ക്. ഡ്രമ്മിലൊക്കെ വെക്കാൻ ഇത് 2 250 രൂപ കൊടുക്കും കേട്ടോ. ശരി. പിന്നെ ഇത് വെള്ളരി മാങ്ങ പറഞ്ഞ മാവേന് പറിച്ചു കഴിഞ്ഞാൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ റംബുട്ടാൻ എന്താ സ്കൂൾ ബോയ് ഉണ്ട്, N80 ഉണ്ട്, ഒക്കെ വലിയ വലിയ തൈകളുണ്ട്. അതൊക്കെ 300 രൂപ തൈ കേട്ടോ. എന്താ അതിൻ്റെ ഹൈറ്റ് ഉണ്ട്, 300 രൂപേൻ്റെ തൈയാണ്. റംബുട്ടാൻ ലോങ്ങൺ വലിയൊരു കളക്ഷൻ എപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. ഇത് ഗോൾഡ് ഉണ്ടോ, നാംഡോക്യുമെൻ്റ് ഗോൾഡ് ഒറിജിനൽ. അത് പൊട്ടിയില്ലേ മാങ്ങ, പൊട്ടിപ്പോയി. ഒറിജിനൽ ഗോൾഡ് അല്ലേ. ഓക്കെ. നമുക്കവിടെ കാണിക്കാം, നല്ല ഉണ്ട് അവിടെ ഗോൾഡായി നിൽക്കുന്നതാണ്. ഇതൊക്കെ നല്ല സപ്പോർട്ടകൾ, അതായത് തായ് ജംബോ സപ്പോർട്ടല്ലേ. കണ്ടോ ഇതൊക്കെ കണ്ടോ റംബുട്ടാൻ റോങ്ഗ്രീൻ്റെ വലിയ തൈകൾ ഉണ്ടോ. ഇത് 350 രൂപ കൊടുക്കണം. അത്രയും വലിയ എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് തൈകൾ. ഇത് 350 രൂപ കൊടുക്കുന്നതാണ്. പിന്നെ മാങ്ങകൾ ഇതാ എല്ലാ വെറൈറ്റികളുണ്ട്. ഇത് ബങ്ങനപ്പള്ളി. ഇതേതാണ്? അതൊക്കെ ബങ്ങനപ്പള്ളി. ഇത് 250 രൂപ. വലിയ തൈകളല്ലേ, നല്ല തൈകളാണ്. താമരപ്പാളി, പിന്നെ സിന്ദൂരം, കർപ്പൂരം, എല്ലാ മാവുകളും 100 വെറൈറ്റി മാവുകളുണ്ട്. ഇതല്ലേ തായ്ക്കിങ്? അതെ, തായ്ക്കിങ് ഞാവലാണത്. ശരി. ഇതുണ്ട് കായ്ച്ചിക്കണുണ്ട്. പലരും പറയും പെട്ടെന്ന് കായ്ക്കില്ല നമ്മളിവിടെ. അങ്ങനെയൊന്നുമില്ലല്ലേ? കായ്ക്കും, നല്ല കായ്ക്കും. ആര് പറഞ്ഞാലും നമ്മൾ പറയില്ല. നടന്ന് നമ്മൾ നേഴ്സറിയുടെ ഫ്രണ്ടിലെത്തിയിട്ട് ഇവിടെയൊക്കെ എന്താ ഉള്ളത്? ഇവിടെയൊക്കെ കാഴ്ച മരങ്ങൾ ഇഷ്ടം പോലെ. ഇത് നാംഡോക്കുമായ ഈ കിടക്കുന്ന ഏതാ? ഇത് നാംഡോക്കുമായ. ഇത് കർപ്പൂര മാങ്ങ. അത് ഓക്കെ. പിന്നെ ഇതാ റംബുട്ടാനെ കണ്ടോ, കൊലമായിട്ട് നിൽക്കണ്. ഇതല്ലേ? പിന്നെ അതിൻ്റെ അടിയിൽ മൂട്ടി ഉണ്ട്, കാഴ്ച നിൽക്കണത് കാണാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് മൂട്ടിപ്പഴം. സ്വീറ്റ് മൂട്ടിയാണ്. അതിന് നല്ല അടിപൊളി 2 അടി 3 അടി തൈകൾക്ക് 500 രൂപയുള്ളൂ കേട്ടോ, വലിയ തൈകൾ. ഈ മാവാ ഇത്? അതൊക്കെ നാംഡോക്കാണ്. നാംഡോക്കിൻ്റെ വലിയ മാവുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇത് കാറ്റിമോനാണ്. തടി ഉണ്ടോ, അതിൻ്റെ ഭംഗിയുണ്ടല്ലേ, നല്ല പുഷിയായിട്ടുള്ള തൈകൾ. അതൊക്കെ കണ്ടോ, ഒക്കെ പൂവാണ് കണ്ടോ. കാറ്റിമോണ്ട് 2 പ്രാവശ്യം കഴിക്കൂലേ? ഇത് 2ാമത്തെ പ്രാവശ്യം പൂവിടാണ് ഈ സമയത്ത്. നല്ല തൈകൾ കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ കാട്ടിമോന കണ്ടോ. ഇതേതാണ്? അമരപ്പാളിയാണിത്. അമരപ്പാളിയുണ്ട്, പൂവുണ്ടോ. പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട് കേട്ടോ, വലിയ വലിയ പ്ലാവുകൾ. റംബുട്ടാൻ. ഇതൊക്കെ റോങ്ഗ്രീനാണ്. അടിപൊളി തൈകൾ. ഇത് അത്ര ഇതുണ്ടോ, അത്രയും സൈസിലുള്ള വിലയൊന്നും ഇല്ല. 1500 വിലയുള്ളൂ. ഇതൊക്കെ 2000-2500 കൊടുത്തിൻ്റെ മരങ്ങളാണ്. മൂവാണ്ടമാങ്ങ അതാ നിൽക്കണേ. ഇതാ മാംഗോസിനുണ്ടോ, അത്യാവശ്യം നല്ല തട്ടുള്ള. ഇത് തട്ട് പോയ 1 2 3 4 6 7 8 9 തട്ടുണ്ട്. ഏകദേശം 4.5 കൊല്ലമായ തൈകൾ. എത്ര കൊടുക്കുന്നത്? 1600. പ്ലാവൊക്കെ ഉണ്ടിട്ട് വലിയത്.
ഇത് മാവല്ലേ? മാവുകൾ ഇത് ഏതാ വെറൈറ്റി? നാംഡോക്ക് എല്ലാം ഉണ്ട്. നാംഡോക്ക് ഉണ്ട്, കുളമ്പുണ്ട്, കായ്ച്ചത്, എല്ലാ മാവുകളും ഉണ്ട്. ഇതിലേ പോവാ. ഇത് ഇതാണ് 3 ടേസ്റ്റ് മാംഗോ എന്ന് പറയണത്. അതെ, പുതിയാണോ അത്? ആ, മറ്റേ ക്യോസാമോണ്ടൊക്കെ ഒരു തന്നെയാണ്. ശരി ശരി. ഇതൊക്കെ ചെറിയ വിലയുള്ളൂ, 450 രൂപ വിലയുള്ളൂ. പിന്നെ ഇതുണ്ടോ നങ്കടാക്ക്, ആന്ത്രോണ്ട് നങ്കടാക്ക്. പിന്നെ കണ്ടോ ഇവിടെ ബാക്കിൽ ഇത് ഇവിടെയാണ്, കണ്ട് നോക്കി, ഇവിടെ നോക്കി, കണ്ടോ ഇതൊക്കെ ഇതിന് ബാക്കിലായിപ്പോയി. കണ്ടോ ഇത്രയും ഹൈറ്റുള്ള ഏതാണെന്നറിയോ? നമ്മളെ കംബോഡിയൻ ജാക്കാണിത്. വിയറ്റ്നാം മരലെ വരി കായ്ക്കണ, പെട്ടെന്ന് കായ്ക്കണത്. ഇത് കായ്ച്ച മരങ്ങളുണ്ടായിരുന്നു, ഇതിൽ കായ്ക്കാറായ മരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കണം 600 രൂപ കേട്ടോ. അത് ഓറഞ്ച് കളർ ചക്ക. അതെ അതെ, വലിയ തൈകളാണ്. 1000-1200 വിറ്റിന തൈകളാണ് 600 പറഞ്ഞത്. ഇത് സ്ട്രോബെറി പേര. ഇത് നാംഡോക്കുമായി. അത് ഡ്രമ്മിലല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ കുറേ പഴുത്ത് പറിച്ചു ഇപ്പോൾ നമ്മൾ. ഇത് ഗോൾഡ് ആണല്ലോ അല്ലേ? പഴുപ്പായത് ഇല്ല, പഴുത്തിട്ടില്ല. ഞാൻ പഴുത്തൂടെ നോക്കാൻ വേണ്ടി ഒന്ന് നോക്കിയാ. ഇതിൻ്റെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതേതാ ഈ മാവ്? ഏതാ? കലപ്പടി. കലാപ്പാടി നല്ല പുഷായിട്ടുള്ള തൈ. 350 രൂപ തൈയാണ്. നല്ല തൈയല്ലേ? ഇതാണ് പിന്നെ വിയറ്റ്നാമിൻ്റെ റെഡ് ജാക്ക്. ഇത് ഉഷ് ഓറഞ്ച് ഉണ്ടോ? നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉഷ് ഓറഞ്ച്, 150 രൂപ കേട്ടോ. പിന്നെ ഇത് സീഡ്ലെസ് സോറി ഓൾ സീസൺ ജാക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എപ്പോഴും കായ്ക്കും എന്നുള്ളതാണ്. ഇത് ഇത്രയും നല്ല തൈയാണ്, അടിപൊളി തൈ, 500 രൂപേൻ്റെ തൈയാണ്. നാംഡോക്കുമായി പഴുത്താണ്. ഇല്ല ഇല്ല, ഇവിടെ ആളുള്ളതുകൊണ്ട് പോകില്ല, പഴുത്താണ്, പറിക്കാനായതാ. പിന്നെ വിയറ്റ്നാമിലെ നല്ല നല്ല തൈകൾ കണ്ടില്ലേ? കണ്ടോ നല്ല അടിപൊളി തൈകളാണ്. 250 രൂപേൻ്റെ തൈയാണ്, അടിപൊളി നല്ല അടിപൊളി തൈ. ഇത് 450 രൂപേൻ്റെ ഡാങ്സൂര 150 രൂപയാണ് ചെറിയ തൈ ഉണ്ടാവില്ല. ഏത്? അത് നാംഡോക്ക് അല്ല, പലതും ഉണ്ട്. അത് ഇതാണ് ജയൻ്റ് ഐവറി. ഇത് നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കാണിക്കണമെങ്കിൽ. ജയൻ്റ് ഐവറി ഇതെന്താ നോക്കട്ടോ. ഇതൊക്കെ പലതും ഉണ്ട്. എന്താ ഭംഗിയല്ലേ? മാവ് ഏതാന്ന് എനിക്കറിയില്ല, കുറേ മാവുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മറ്റേ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടോ? സ്റ്റാർ ഫ്രൂട്ട് മൊത്തം പൂവുള്ളതമ്മ. പിന്നെ മാങ്ങണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഇതൊക്കെ ഇതാണല്ലേ മറ്റേ നാംഡോക്കിയാണല്ലേ? ഏതാ? ഇതൊക്കെ അല്ലല്ല, എല്ലാം നാംഡോക്കൊന്നുമല്ല, അത് മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഇതിലൊക്കെ ഇതുണ്ട്, കിങ് ഓഫ് ചക്കപ്പത്തുണ്ട്. ഇതേതാണ്? ഇതൊക്കെ ഈ പുഴുശല്യുണ്ട്. ഇത് കണ്ടോ, കിങ് ഓഫ് ചക്കപ്പത്താണ്. ഇതൊരു 2 കിലോ വെയിറ്റ് വരും അല്ലേ? ഇതായിട്ടില്ല, 2 കിലോ വെയിറ്റിൽ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് അവിടെ, വീട്ടിലുണ്ട്, കാണിക്കാം. വെയിറ്റ് മണി കാണിക്കാം, അത്രയും സൈസുള്ള തൈകളുണ്ട് അവിടെ. അത് ആയി കെട്ടിട്ടേക്കണത് തന്നെ? അതൊക്കെ അതന്നെ. കഴിച്ചു നോക്കാം, നോക്കേ, കാണാനുള്ള ഭംഗിയുണ്ടോ നോക്കണ്ടേ. ഇത് എന്തായാലും നല്ല ഭംഗിയുള്ള മാവണല്ലോ. അത് കംപ്ലൈൻ്റ് ആയതാ. അത് കെട്ടിട്ടായിരുന്നു, നല്ല രസമുണ്ട്. എന്നതിന് ഭംഗിയല്ലേ? അതാണ് നിങ്ങൾ പറഞ്ഞത്, മിയാസാക്കി ഇതാണ് പറയേണ്ടത്. ഇതിന്റെ ഇത് കണ്ടിട്ടല്ലേ? എന്തായാലും ഇത് പറിക്കണ്ട അല്ലേ? ഇതൊക്കെ ഇതല്ലേ? അത് ഇതാ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. അതായത് ഇതൊട്ട് മറന്നല്ലോ, ബേറാപ്പിള്. ഇത് വൈറ്റ് ഡയമണ്ട്. വൈറ്റ് ഡയമണ്ടൊക്കെ 200 രൂപ കൊടുക്കണം കേട്ടത്. വൈറ്റ് ഡയമണ്ടൊക്കെ നല്ല വിലയുള്ള സംഭവമാണ്. ഇതുണ്ടോ, ഫുള്ള് ഫ്ലവറോട് കൂടിയുള്ള തൈകൾ ഉണ്ടോ? ബ്ലാക്ക് ഡയമണ്ട്. ബ്ലാക്ക് ഡയമണ്ട്. എല്ലാത്തിലും പൂവോ കായോ ഉണ്ടാവും കേട്ടോ, എല്ലാത്തിലും ഉണ്ട്. ഇതിൻ്റെ വില എത്ര? ഇത് നമ്മൾ 300 രൂപ കൊടുക്കണം. പിന്നെ വേറാപ്പിൾ റെഡ്. ഇത് നമ്മളിവിടെ കായ്ക്കുന്ന വെറൈറ്റി. ഇതാ കായനുണ്ടല്ലോ, കായ്ക്കാനുണ്ടോ? പിന്നെ അത് വലിയ മരം. വലിയ മരങ്ങൾ. വേറാപ്പിളിൻ്റെ വലുത്, 4 സീസൺ വലുത്, ലോങ്ങന, വൈറ്റ് ലോങ്ങന്. ഇത് മൾട്ടി ചെയ്താ കേട്ടോ ലോങ്ങന്. നമ്മൾ ഒരിഞ്ഞ തന്നെ 2-3 വെറൈറ്റികളെ. റൂബിയാണ്, 4 സീസൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. ഒരുവിധം എല്ലാം കായ്ച്ചല്ലേ? പിന്നെ ഇതേതായത് ഈ ചെറിയതായി? അത് സീറ്റ് ലൂബിയാണ്. അതൊക്കെ കായതൊന്നും കുഞ്ഞിലേ കായ്ച്ചത്. ഇത് VNR പേര. ഇത് ജപ്പാൻ പേര, റെഡ് ഡയമണ്ട്, വെറിഗേറ്റഡ്. ഈ ജാർവി റെഡ് വന്ന പിന്നെ ജപ്പാൻ പേരക്ക് വലിയ സ്കോപ്പില്ലാന്ന്. പിന്നെ അമ്പഴം.
പിന്നെ ഇതാ വരുന്നു പേരക്കൾ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതൊക്കെ ജാർവി റെഡ് കേട്ടോ. ആ നല്ല പേരക്കയാണ്. ആ നല്ല പേരക്ക. ഇത് മാംഗോ ചക്കര കുട്ടിയാണ്. നാട്ടുമാവ്. അത് സൂപ്പർ ക്യൂന്. ഈ സൂപ്പർ ക്യൂൻ്റെ ഒക്കെ തൈ എന്തുണ്ട് വലുത്? സൂപ്പർ ക്യൂനോ അതൊക്കെ 400, 350, 400 പലതും ഉണ്ട്. പിന്നെ പേരക്കത് ജാർവി റെഡ് തന്നെയാണ്. പിന്നെ അർക്കാകിരൺ ഉണ്ട്, തായ് പിങ്ക് ഉണ്ട്, വൈറ്റ് ഡയമണ്ട് ഉണ്ട്, ബ്ലാക്ക് ഡയമണ്ട് ഉണ്ട്. അങ്ങനെ ഇത് സ്ട്രോബെറി പേര ഉണ്ടോ, അത്രയും വലിയ തൈകൾ ഉണ്ടോ. അതൊക്കെ എത്രയും വലിയ തൈകൾ 250 രൂപ കൊടുക്കും കേട്ടോ. ഇത്രയും കായ്ക്കാറായ തൈകൾ. പിന്നെ കാറ്റിമോൻ ഉണ്ട്. കാറ്റിമോനൊക്കെ നല്ല അടിപൊളി തൈകൾ കേട്ടോ. ഇതൊക്കെ നമ്മൾ എത്ര കൊടുക്കുന്നത്? 200 രൂപക്കാ കാറ്റിമോൻ എത്ര വലിയ തൈകൾ കൊടുക്കുന്നത്. പിന്നെ ഇതുണ്ടോ, ഇതൊരു പേരക്ക കേട്ടോ. അത് കച്ചാമിട്ട എന്ന് പറഞ്ഞ പേരക്ക. അത് പച്ചയിലും മധുരം ഉണ്ടാവും. അത് മാവായിരുന്നല്ലോ അങ്ങനെ. അതെ അതെ. ഇത് 200 രൂപേൻ്റെ തൈകളാണ്. നല്ല ഹൈറ്റുള്ള നല്ല തൈകളാണ്. വേഗം കഴിക്കുമോ? അതിലുണ്ട്, കായലുണ്ടല്ലോ. പിന്നെ സീതപ്പഴം പർപ്പിള് 200 രൂപേൻ്റെ തൈകൾ. നല്ല തൈകളാണ്. ഇതിവിടെ തന്നെയാണ്. നല്ല ടേസ്റ്റ് അല്ല? നല്ല ടേസ്റ്റാണ്. ഈ NR ഗുവ അബിയുൻ്റെ തൈകൾ നല്ല ഇഷ്ടം പോലെ തൈകളുണ്ട്. അബിയുൻ്റെ തൈകൾ എന്തെങ്കിലും അബിയുണ്ട് ഈ തൈകൾ? അബിയുൻ്റെ തൈകൾ നമ്മൾ 100 രൂപ കൊടുക്കണമെങ്കിൽ 2 എണ്ണം 150 രൂപ കൊടുക്കാം. ഹോൾസെയിൽ? 2 150 രൂപ കൊടുക്കാം. ഹോൾസെയിൽ? ഹോൾസെയിലും ഉണ്ട്. ഇത് സീതപ്പഴം അതെ, മറ്റേ ഗോൾഡൻ സീത വലുത്. പിന്നെ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. റെഡ് വലുതാണ്. അതിലൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ടാവും. അതിലൊക്കെ ഫ്ലവർ വരുന്നുണ്ട്. നമ്മുടെ പുലാസാണ്, കായോടുള്ള പുലാസ. അത് കവറിലുള്ള ചെടി നല്ല പേട്ട് കായില്ലാത്ത അല്ലേ? എന്ത് വില ഉണ്ട് കായ്ച്ചത്? കായ്ച്ചത് 1500 മുതൽ 2000. ഇത് 2500-ആണ് ഉണ്ടാകുന്നത്. അതുപോലെ ഇത് ഒരു മരം ഫുള്ള് ഏതാ ലൂബി? ഇത് സീറ്റ് ലൂബി. അത് NR ലൂബി. നല്ല കായുണ്ട്. പക്ഷേ മറ്റിന് അത്ര സൈസ് ഉണ്ടാവില്ല, പഴം വലിപ്പം കുറവല്ലേ? ഇവിടെ ഇത് കണ്ടല്ലോ പേര. ഇത് ഏതാ പേര? ഇത് അതൊക്കെ ഇതിൽപ്പെട്ട പേരാണ്. ജാർവി റെഡ് ആണ്. അത് വേറെ എന്തോ ആവശ്യം ആർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ.